ദൈവവചനപ്രഭയിൽ ഉണരാം, പുതുതാകാം, പുതിയൊരു പാതയതിൽ പോകാം സാക്ഷികളായി. തിരുവചനപ്രഭയിൽ ഉണരാം, പുതുതാകാം, പുതിയൊരു പാതയതിൽ പോകാം സാക്ഷികളായി. പ്രകാശനായ പ്രകാശിത, പ്രകാശനായ പ്രകാശിത, പ്രകാശനായ പ്രകാശിത, പ്രകാശനായ പ്രകാശിത. പൂർവപിതാക്കളിൽ ഈശൻ നൽകിയ കൃപകൾ ധ്യാനിക്കാം. പൂർവപിതാക്കളിൽ ഈശൻ നൽകിയ കൃപകൾ ധ്യാനിക്കാം. സ്തുതികൾ പാടിടാം, താണുവണങ്ങിടാം. ഈ ദൈവം എന്നുമെന്നും നമ്മുടെ ദൈവമല്ലോ. ഈ ദൈവം ഇന്നുമെന്നും നമ്മുടെ ദൈവമല്ലോ. നവീകരിക്കണമേ നാഥാ തിരുസഭയെ, പ്രകാശമാക്കിടണേ തിരുരാജ്യമഹിമയ്ക്കായി. നവീകരിക്കണമേ നാഥാ തിരുസഭയെ, പ്രകാശമാക്കിടണേ തിരുരാജ്യമഹിമയ്ക്കായി. സാമൂഹിക പ്രശ്നങ്ങളെ കാലോചിതമായ രീതിയിൽ നേരിടുവാനും പരിഹാരം കാണുവാനും ശ്രദ്ധിക്കുന്ന ഒരു സഭയാണ്. ഇന്ന് സമൂഹത്തിൻ്റെ ഏറ്റവും വലിയൊരു പ്രശ്നമാണ് മദ്യപാനം, മയക്കുമരുന്ന്, സൈബർ അഡിക്ഷൻ മുതലായ പ്രശ്നങ്ങൾ. ഈ പ്രശ്നങ്ങളുടെ മുൻപിൽ പലപ്പോഴും നമ്മൾ പകച്ചു നിൽക്കുകയാണ്. അങ്ങനെയുള്ളൊരു സാഹചര്യത്തിലാണ് മാർത്തോമാ സഭ മോചന എന്ന സ്ഥാപനത്തിലൂടെ ഈ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുവാൻ തക്കവണ്ണം മുൻകൈ എടുത്തത്. കോട്ടയത്ത് മാങ്ങാനത്തുള്ള മോചന എന്ന ഡി അഡിക്ഷൻ സെൻറ്റർ മാർത്തോമാ സഭയുടെ ഒരു സ്ഥാപനമാണ്. കോട്ടയം കൊച്ചി ഭദ്രാസനമാണ് ഇതിൻ്റെ ഭരണ ചുമതല വഹിക്കുന്നത്. ഈ മോചന എന്നുള്ള ഡി അഡിക്ഷൻ സെൻറ്റർ സമൂഹത്തിൻ്റെ മദ്യപാനം, മയക്കുമരുന്ന് എന്നുള്ള വലിയ വിപത്തിന് ഒരു പരിധിവരെയെങ്കിലും ആശ്വാസം കണ്ടെത്തുവാൻ സഹായിക്കുന്ന ഒരു സ്ഥാപനമായി ഇതിനോടകം മാറിയിട്ടുണ്ട്. അനേക ആയിരങ്ങൾ ഈ സ്ഥാപനത്തിലൂടെ ചികിത്സ തേടി സൗഖ്യം പ്രാപിച്ചിട്ടുണ്ട്. അവരുടെ സാക്ഷ്യങ്ങൾ നമുക്ക് ശ്രവിക്കാവുന്നതാണ്. ഈ മോചന എന്നുള്ള ഈ സ്ഥാപനം സമൂഹത്തിനും സഭയ്ക്കും ചെയ്യുന്ന ശുശ്രൂഷകളെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. ഈ മോചനയുടെ ഡയറക്ടറായിട്ട് ഇപ്പോൾ പ്രവർത്തിക്കുന്നത് ബഹുമാനപ്പെട്ട സജു സഖറിയ അച്ഛനാണ്. അച്ഛൻ്റെ ചുമതലയിൽ മോചന എന്നുള്ള ഈ സ്ഥാപനം വിവിധ മേഖലകളിൽ വളരെ അർത്ഥവത്തായ രീതിയിൽ ഇപ്പോൾ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ്. അതിനെക്കുറിച്ചുള്ള കൂടുതൽ കാര്യങ്ങൾ നമുക്ക് അച്ഛനിൽ നിന്ന് നേരിട്ട് മനസ്സിലാക്കാം. സമൂഹം ഇന്ന് നേരിട്ടുകൊണ്ടിരിക്കുന്ന വലിയ ഒരു വെല്ലുവിളിയാണല്ലോ മദ്യപാന വിപത്ത് എന്നാണ് ഇതിനെക്കുറിച്ച്
സാധാരണ പറഞ്ഞു കേൾക്കുന്നത് വലിയൊരു വിപത്തായിട്ട് ഇന്ന് മാറിക്കൊണ്ടിരിക്കുക. അപ്പോൾ നമ്മുടെ സമൂഹത്തെ, നമ്മുടെ ദേശത്തെ രക്ഷിക്കണമെങ്കിൽ ഈ വിപത്തിൽ നിന്നൊരു വിമോചനം നമുക്ക് ആവശ്യമാണ്. ഈ ഒരു ഉൾക്കാഴ്ചയോടുകൂടെ മാർത്തോമ സഭ തുടങ്ങിയ ഒരു പ്രസ്ഥാനമാണല്ലോ മോചന എന്ന് പറയുന്ന ഡി അഡിക്ഷൻ സെൻറ്റർ. ഇത് അനേകർക്ക് ഇതിനോടകം പ്രയോജനപ്രദമായി തീർന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇങ്ങനെയൊരു പ്രസ്ഥാനം, ഈ മോചന എന്നുള്ള ഡി അഡിക്ഷൻ സെൻറ്റർ ഇവിടെ തുടങ്ങുവാൻ തക്കവണ്ണം ഇതിൻ്റെ പിറകിലുള്ള പ്രചോദനം എന്തായിരുന്നു? ഇത് ഏത് വർഷമാണ് ആരംഭിച്ചത്? അതിനെക്കുറിച്ച് ചുരുക്കമായിട്ട് അച്ഛനൊന്ന് പറയാമോ? 1993 മോചന ലഹരി വിമോചന കേന്ദ്രവും കൗൺസിലിംഗ് സെൻറ്ററും ആരംഭിച്ചത്. ഇതാരംഭിച്ചത് കാലം ചെയ്ത ഡോക്ടർ സക്രിയാസ് മാർ തെയോഫിലോസ് സഫ്രഗൻ മെത്രാപ്പോലിത്തായുടെ വലിയൊരു ദർശനമാണ് അതിന് കാരണമായി തീർന്നത്. സമൂഹത്തിൽ ധാരാളം ആളുകൾ മദ്യപാനത്തിന് അടിമപ്പെട്ടും കഴിയുന്നതുകൊണ്ടും കുടുംബകലഹങ്ങൾ വർദ്ധിക്കുന്നതും ഒക്കെ മനസ്സിലാക്കി അവരെ ചികിത്സിക്കുന്നതിനും കൗൺസിലിംഗ് നൽകുന്നതിനും വേണ്ടിയാണ് 1993 ഈ മോചന എന്ന ലഹരി വിമോചന കേന്ദ്രം ആരംഭിച്ചത്. കാലം ചെയ്ത സഫ്രഗൻ മെത്രാപ്പോലിത്ത തിരുമേനിയുടെ സമയത്താണ് ഇത് ആരംഭിക്കുന്നതെന്ന് അച്ഛൻ പറഞ്ഞു. തുടർന്ന് ഗീവർഗീസ് മാർ അത്താനേഷ്യസ് തിരുമേനി, ഐസക് മാർ ഫിലക്സിനോസ് തിരുമേനി, യുയാക്കിം മാർ കുറിലോസ് തിരുമേനി, ഇപ്പോൾ മാത്യൂസ് മാർ മക്കാറിയോസ് എപ്പിസ്കോപ്പ തിരുമേനി, ഈ ബിഷപ്പന്മാർ ഇതിന് നേതൃത്വം നൽകി. കാലാകാലങ്ങളായിട്ട് അതിന് നേതൃത്വം നൽകിക്കൊണ്ടിരിക്കും. പക്ഷേ ഇങ്ങനെ ഈ ഒരു മോചന ഇവിടെ ആരംഭിച്ചതുകൊണ്ട് എത്ര ആൾക്കാർക്ക് ഇതിൻ്റെ പ്രയോജനം ഇതിനോടകം കിട്ടിയിട്ടുണ്ട്? ഇവിടെ അങ്ങനെ ആളുകൾ ധാരാളമായിട്ട് വന്ന് താമസിക്കുന്നുണ്ടോ? ഇവിടെ ഈ ചികിത്സയിൽ വിധേയപ്പെടുവാൻ തക്കവണ്ണം ഇതിനോടകം എത്ര പേർക്ക് സാധിച്ചിട്ടുണ്ട്? അതിനെക്കുറിച്ചൊരു ഏകദേശ കണക്കുണ്ടോ? അതുണ്ട്. 7000-ലധികം ആളുകൾ ഇതിനകം ഇവിടെ ചികിത്സ തേടിയിട്ടുണ്ട്. അതുകൂടാതെ തന്നെ കൗൺസിലിങ്ങിനായിട്ടും 1000-ഓളം അധികം ആളുകൾ വന്നിട്ടുണ്ട്. ഈ 7000 പേര് ചികിത്സ തേടി എന്ന് പറയുമ്പോൾ ശരിക്കും ഈ 7000 പേരും ഇതിൽ നിന്ന് പൂർണ്ണ വിമോചനം നേടിക്കാണാൻ വഴിയില്ല. ഇല്ല. എത്ര ശതമാനം ആളുകൾ പൂർണ്ണമായിട്ട് ഇതിനകത്തു നിന്ന് മാറി നിൽക്കാൻ ഇതിനോടകം സാധിക്കുന്നുണ്ടെന്നുള്ള ഏകദേശം ഒരു കണക്കൊന്ന് പറയാമോ? അതിനെക്കുറിച്ച് പറയുമ്പോൾ അതിന് മുമ്പ് തന്നെ മദ്യപാനം ഒരു ആയുഷ്കാല രോഗമായതിനാൽ പിന്മാറ്റം അല്ലെങ്കിൽ റിലാപ്സിന് എപ്പോഴും സാധ്യത ഉണ്ട്, ഡയബറ്റീസ് പോലെ. അതുകൊണ്ട് 7000-ൽ 40% ആളുകൾ പിടിച്ചു നിൽക്കുന്നുണ്ട്. അങ്ങനെ വീണ്ടും റിലാപ്സ് ആയ ആളുകൾ വീണ്ടും ചികിത്സയ്ക്കായിട്ട് വരുന്നുണ്ട്. അപ്പോൾ ഏകദേശം 40% ആളുകൾ ഒരുമാതിരി പിടിച്ചു നിൽക്കാനായിട്ട് കെൽപ്പുള്ളവരായിട്ട് തീർന്നിട്ടുണ്ട് അല്ലേ? അതൊരു വലിയ സംഖ്യയാണ് വെച്ചാൽ. അത് ഈ ഒരു മോചനയുടെ പ്രവർത്തനം മൂലം അത്രയും ആളുകൾ ഇങ്ങനെയൊരു വിപത്തിൽ നിന്ന് രക്ഷപ്പെടാനായിട്ട് ഇടയായത് ഒരു വലിയ സംഗതിയായിട്ട് നമുക്ക് അഭിമാനിക്കാം. ഇന്ന് ഈ സെൻറ്റർ മാർത്തോമ സഭയുടെ നേരിട്ടുള്ള ചുമതലയിലാണോ അതോ കോട്ടയം കൊച്ചി ഭദ്രാസനത്തിൻ്റെ കീഴിലാണോ ഇത് പ്രവർത്തിക്കുന്നത്? ഇപ്പോൾ കോട്ടയം കൊച്ചി ഭദ്രാസനത്തിൻ്റെ കീഴിലാണ് പ്രവർത്തിക്കുന്നത്. മാർത്തോമ സഭയുടെ നിരീക്ഷണത്തിൽ, മാർത്തോമ സഭയുടെ നേരിട്ടുള്ള നിരീക്ഷണത്തിൽ കോട്ടയം കൊച്ചി ഭദ്രാസനം ഇതിൻ്റെ ചുമതല വഹിക്കുന്നു. മാർത്തോമ സഭയുടെ മദ്യവർജന പ്രസ്ഥാനത്തിൻ്റെ ഒരു ഭാഗമാണ് മോചന. ഇതിൻ്റെ ചികിത്സ എന്ന് പറയുമ്പോൾ അതിലേതൊക്കെ ഘടകങ്ങൾ അടങ്ങിയിട്ടുണ്ടെന്നൊന്ന് പറയാമോ? മരുന്നുകൊണ്ടുള്ള ചികിത്സയുണ്ടോ, കൗൺസിലിംഗ് ഉണ്ടോ, ഇങ്ങനെയുള്ള ഘടകങ്ങളുണ്ടല്ലോ, അത് ഏകദേശം ഒരു രൂപം ഒന്ന് പറഞ്ഞാട്ടെ. ആ ചോദ്യം നല്ലതാണ്. പലപ്പോഴും ചികിത്സയെക്കുറിച്ച് പൊതുജനങ്ങൾക്കിടയിൽ ധാരാളം തെറ്റിദ്ധാരണകളുണ്ട്. അതായത് ഈ ചികിത്സ കഴിഞ്ഞ് വീണ്ടും മദ്യപിച്ചാൽ മാനസികമായ അസ്വസ്ഥത ഉണ്ടാകുമെന്നും അല്ലെങ്കിൽ മറ്റ് വൈകല്യം ഉണ്ടാകും ധാരണയുണ്ട്. അങ്ങനെ ഭയപ്പെടേണ്ട കാര്യങ്ങളൊന്നും തന്നെ ഇല്ല. എന്നാൽ ചികിത്സ എന്നത് കേവലം മരുന്ന് മാത്രമല്ല, സമഗ്രമായിട്ടുള്ള ചികിത്സയാണ്. അതിന് ശാരീരികവും മാനസികവും ആത്മീയവും കുടുംബപരവും സാമൂഹികവുമായ 5 തലത്തിലാണ് ഉള്ളത്. ആ രീതിയിലാണ് ചികിത്സ നൽകുന്നത്. ഇതിന് മരുന്നിൻ്റെ ഉപയോഗം വല്ലതുമുണ്ടോ ഈ ചികിത്സയിൽ? പെട്ടെന്ന് മദ്യപാനം അല്ലെങ്കിൽ മറ്റ് ലഹരി പദാർത്ഥങ്ങൾ നിർത്തുമ്പോൾ അവർക്ക് പിന്മാറ്റ അസ്വാസ്ഥ്യങ്ങൾ ഉണ്ടാകും, വിഡ്രോവൽ സിംറ്റം ഉണ്ടാകും. അപ്പോൾ തീർച്ചയായിട്ടും ഒരു ഡോക്ടറുടെ സഹായം ആവശ്യമാണ്. ചില ആളുകൾക്കെങ്കിലും സൈക്യാട്രിസ്റ്റിൻ്റെ സഹായവും ആവശ്യമായിട്ട് വരും. ശാരീരിക ചികിത്സയിൽ വിഷാംശ ദൂരീകരണം, ഡീടോക്സിഫിക്കേഷൻ അതിൻ്റെ ഭാഗമാണ്. കൃത്യസമയത്തുള്ള ഭക്ഷണം. ചില ആളുകൾ പോഷക ആഹാരക്കുറവ് മൂലം തയാമിൻ പോലത്തെ വിറ്റമിൻസ് കുറവുള്ളതുകൊണ്ട് അങ്ങനെയുള്ള വിറ്റമിൻ ഗുളികൾ കൊടുക്കുക, ധാരാളം വെള്ളം കുടിക്കുക, യോഗ,
ഷട്ടിൽ കളിക്കുന്നു, അല്ലെങ്കിൽ വ്യായാമം ചെയ്യുക. അപ്പോൾ ഇവിടുത്തെ ഈ ഒരു ദൈനംദിന ജീവിതത്തിൻ്റെ ഒരു ചിട്ടയുണ്ടല്ലോ, അതിനെക്കുറിച്ചൊന്ന് പറയാമോ? നേരം വെളുത്ത് കഴിഞ്ഞാൽ ഇവർ ക്രമമായിട്ട് ചെയ്യുന്ന ഓരോ സംഗതികളും അതിൻ്റെ ക്രമമായിട്ടൊന്ന് പറയാമോ? രാവിലെ 6:30 മണിക്ക് എല്ലാവർക്കും കാപ്പി കൊടുക്കും. അത് കഴിഞ്ഞ് 7:30 മണിക്ക് യോഗ 8 മണി വരെ ഉണ്ട്. 8 മണിക്ക് പ്രാർത്ഥന, 8:30 മണിക്ക് ബ്രേക്ക്ഫാസ്റ്റ്, 10 തൊട്ട് 1 മണി വരെ ക്ലാസ്സുകൾ, 1 മണിക്ക് ഉച്ചഭക്ഷണം, അതിനുശേഷം കൗൺസിലിങ്, ഡോക്ടറുടെ പരിശോധന, 4 മണി തൊട്ട് 6 മണിയുള്ളൊരു സമയം കായിക വിനോദത്തിൽ ഏർപ്പെടുക, 7 മണിക്ക് പ്രാർത്ഥന, 7:30 തൊട്ട് 8:30 വരെ വീണ്ടും ക്ലാസ്സുകൾ. ചില ദിവസങ്ങളിൽ ആൽക്കഹോളിക് അനോണിമസ് മീറ്റിങ്ങും നടത്താറുണ്ട്. അപ്പം നേരം വെളുത്ത് കഴിഞ്ഞാൽ മിക്കവാറും കിടക്കുന്ന സമയം വരെ ഓരോരോ കാര്യങ്ങളിൽ ഇവരെ ഇങ്ങനെ എൻഗേജ്ഡ് ആക്കുക. അതെ അതെ. ഈ ക്ലാസ്സുകളെ കുറിച്ച് അച്ഛൻ പറഞ്ഞല്ലോ, ഇവർക്ക് എന്ത് ക്ലാസ് ആവശ്യമായിരിക്കുന്നത്? അതായത് മുമ്പേ പറഞ്ഞതുപോലെ തന്നെ 5 തലത്തിൽ ഉള്ളതിൽ ഒന്ന് ശാരീരിക ചികിത്സയുടെ കാര്യം ഞാൻ പറഞ്ഞു. ചില ആളുകൾക്ക് ശാരീരികമായിട്ട് വലിയ അസ്വസ്ഥത വരുമ്പോൾ ഹോസ്പിറ്റലിൽ അഭയം തേടേണ്ടി വരും. മാനസികമായ ചികിത്സയുടെ ഒരു ഭാഗമാണ് ക്ലാസ്സുകൾ കുടുംബ ജീവിതത്തെക്കുറിച്ച്, വ്യക്തിത്വ വികസനത്തെക്കുറിച്ച്, ദൈനംദിന ജീവിതത്തിൽ പാലിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ച്, നമ്മുടെ ദേഷ്യം മുതലായ വികാരങ്ങൾ നിയന്ത്രിക്കുന്നതിനെക്കുറിച്ച്, അങ്ങനെ പല വിഷയങ്ങളെക്കുറിച്ച് ക്ലാസ് എടുക്കും. കുടുംബ ബന്ധങ്ങളെക്കുറിച്ച്, ആൽക്കഹോളിക് അനോണിമസ് മീറ്റിങ്ങിനെക്കുറിച്ച്, മദ്യപാനം എന്ന രോഗം എന്തുകൊണ്ടാണ് ഉണ്ടാകുന്നതെന്നുള്ളതിനെക്കുറിച്ചൊക്കെ. ഇതൊരു രോഗമാണെന്ന് പറയാൻ എന്താ വെച്ചാൽ കാരണം? ഇതൊരു രോഗമാണ്. കാരണം അതും 5 തലത്തിലാണ്. ഇതൊരു ശാരീരികമായ രോഗമാണ്. ശരീരത്തിന് ധാരാളം കുഴപ്പങ്ങളുണ്ടാകുന്നതുകൊണ്ട് ശാരീരിക രോഗമാണ്. മാനസിക രോഗിയെപ്പോലെ പെരുമാറുന്നതുകൊണ്ട് മാനസിക രോഗമാണ്. ദൈവവുമായിട്ടുള്ള ബന്ധം നഷ്ടപ്പെടുന്ന ആത്മീയ രോഗമാണ്. കുടുംബത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നതുകൊണ്ട് കുടുംബപരമായ രോഗമാണ്. സമൂഹത്തിൽ പ്രശ്നം ഉണ്ടാകുന്നതുകൊണ്ട് സാമൂഹിക രോഗമാണ്. അപ്പോൾ ഇതിൻ്റെ ഫലമായിട്ടുണ്ടാകുന്ന പ്രതിഫലനങ്ങളെ ആശ്രയിച്ചാൽ ഇത് രോഗമാണെന്ന് പറയുന്നതിൻ്റെ കാരണം? തീർച്ചയായിട്ടും. എന്നാൽ ഇതിനോടുള്ള ആസക്തിയും ഒരു രോഗമാണ്, ക്രേവിങ്. അച്ഛനിടയ്ക്ക് ഈ ആൽക്കഹോളിക് അനോണിമസിനെ കുറിച്ച് പറഞ്ഞല്ലോ, അത് ഒന്ന് വ്യക്തമാക്കാമോ? എന്തോ ഈ ആൽക്കഹോളിക് അനോണിമസ് ഗ്രൂപ്പ് എന്ന് പറയുന്നത്? 1935 അമേരിക്കൻ ഐക്യനാടുകളിൽ ബോബ ബില്ല് എന്ന 2 മദ്യപാസക്തരായിട്ടുള്ള ആളുകൾ ആരംഭിച്ച ഒരു സംഘടനയാണ്. ഇപ്പോൾ 80 വർഷം കഴിഞ്ഞു. മദ്യത്തിൽ നിന്ന് വിമുക്തി പോയ ആളുകളുടെ ഒരു മീറ്റിംഗാണ്. അതായത് ഇതുവരെ മദ്യപാനികൾ തോറ്റ ആളുകളോടാണ് കൂട്ടുകെട്ട്, ഇനി അവർക്ക് ജയിച്ച ആളുകളോട് കൂട്ടുകെട്ടുക. മദ്യപാനത്തിന് രക്ഷപ്പെടണമെന്ന് ആഗ്രഹമുള്ള ആളുകളെല്ലാം സംബന്ധിക്കാവുന്ന ഒരു സംഘടനയാണ്. മറ്റു സംഘടനയെ പോലുള്ള നിയമാവലികളോ കെട്ടുപാടുകളോ ഒന്നും അതിന് ഇല്ല. ജാതി മത വ്യത്യാസമില്ല. മദ്യപാനം നിർത്തണം എന്നുള്ള ആഗ്രഹമുള്ള എല്ലാവർക്കും സംബന്ധിക്കാവുന്ന ഒരു സംഘടനയാണ്. അത് ലോകത്തെമ്പാടുമുണ്ട്. ഈ മദ്യപാനത്തിൽ നിന്ന് വിടുതൽ നേടിയവർക്കുള്ള ഒരു കൂട്ടായ്മയാണല്ലോ ആൽക്കഹോളിക് അനോണിമസ് എന്ന് പറയുന്നത്. ഈ കൂട്ടായ്മ ബന്ധത്തിൽ ഇവർ തുടർന്ന് നിലനിൽക്കേണ്ട ആവശ്യമുണ്ടോ? അല്ലെങ്കിൽ ഇവർ തിരിച്ചു പോകുമോ പഴയ അനുഭവത്തിലേക്ക്? തീർച്ചയായിട്ടും തിരിച്ചു പോകും. അങ്ങനെയാണ് അനുഭവങ്ങൾ കാണുന്നത്. മദ്യപാനത്തിൽ വിട്ടുനിൽക്കുന്ന ആളുകൾ വീണ്ടും മദ്യപാനികളുമായിട്ട് കൂട്ടുകൂടുമ്പോൾ മദ്യപിക്കാനുള്ള സാധ്യത വളരെ വലുതാണ്. മദ്യപാനത്തിൽ വിട്ടുനിൽക്കുന്ന ആൾ കൂടുകയും മദ്യപാനത്തിൽ വിട്ടുനിൽക്കുന്ന കാര്യങ്ങൾ ചർച്ച ചെയ്യുകയും തങ്ങളുടെ കഴിഞ്ഞ കാലങ്ങളിലെ അനുഭവങ്ങൾ ഒരു സാക്ഷ്യം പോലെ പറയുമ്പോൾ അവരെ പിടിച്ചു നിർത്തുന്നതിന് സഹായിക്കും. അത് വളരെയധികം ബലം അവർക്കത് നൽകുന്നതാണ്. ഇവിടെ മോചനായിൽ ഇപ്പം നമുക്ക് സഹായിക്കാനായിട്ട് പ്രവർത്തിക്കാനായിട്ടുമൊക്കെ എത്ര പേരുണ്ട് ഇവിടെ? ഈ ഡോക്ടേഴ്സ്, കൗൺസിലേഴ്സ്, ഡയറക്ടർ, ഇങ്ങനെയുള്ള എല്ലാം കൂടെ ചേർത്ത് പറയുകയാണെങ്കിൽ എത്ര പേര് കാണും ഇവിടെ? 15 പേരുണ്ട്. 15 പേര് ഇവിടെ താമസിച്ച് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. താമസിച്ചും അല്ലാതെ. മോചനയുടെ ആരംഭകാലം മുതൽ ഇവിടെ ശുശ്രൂഷ ചെയ്ത് വരുന്ന ആളുകളാണ് ഞങ്ങൾ. പല ആളുകളും ആരംഭം മുതലുള്ളവരുണ്ട്, പിന്നീട് വന്ന് ജോയിൻ ചെയ്തവരുണ്ട്. എല്ലാവരും ഞങ്ങളിതിനെ ഒരു ശുശ്രൂഷയായിട്ട് കണ്ടുവരുന്നു. മദ്യപന്മാരെ വളരെ പ്രയാസത്തോടെയാണ് അവരിവിടെ വരുന്നത്, അല്ലെങ്കിൽ അവരുടെ കുടുംബ ആളുകളിവിടെ വരുന്നത്. അവർ ചിലപ്പോൾ ദേഷ്യത്തോടെ വരുന്ന ആളുകളുണ്ട്, സ്വയം വരുന്ന ആളുകളുണ്ട്, മറ്റുള്ളവരാൽ ഇൻ്റർവെൻഷൻ നടത്തി വരുന്ന ആളുകളുണ്ട്. എന്തോ ആയാലും ഇവിടുത്തെ 15 ദിവസത്തെ ട്രീറ്റ്മെൻറ്റ് ഞങ്ങളോടൊപ്പം രാവിലെ 24 മണിക്കൂർ ഞങ്ങളോടൊപ്പം ഇവിടെ അവർ കഴിയുന്നു. വളരെയധികം നല്ല റിസൾട്ട് ഇതിനകത്തുണ്ട്. അവർ ധാരാളം ആളുകൾ നിലനിൽക്കുന്നു. ചിലരൊക്കെ വീണു പോകുന്ന ആളുകളുമുണ്ട്. വീണ്ടും അവരുടെ ഫോളോ അപ്പിനായിട്ട് ഞങ്ങൾ പോകാറുണ്ട്. അങ്ങനെ അവരെ നല്ല രീതിയിലേക്ക് കൊണ്ടുവരാൻ ഞങ്ങൾ ഒരുമിച്ച് പ്രവർത്തിക്കുന്ന ഒരു കൂട്ടമാണ് ഞങ്ങൾ.
ഈ ഒരുമിച്ച് നിങ്ങൾ പ്രാർത്ഥനയൊക്കെ ഉണ്ടെന്ന് പറഞ്ഞല്ലോ, ആ പ്രാർത്ഥന കൊണ്ട് അതിനകത്ത് എല്ലാവരും സംബന്ധിക്കുമോ അതോ ഇഷ്ടമുള്ളവർക്ക് സംബന്ധിച്ചാൽ മതിയോ? ആരെയും ആ പ്രാർത്ഥനയോഗത്തിൽ പങ്കെടുക്കാൻ നിർബന്ധിക്കത്തില്ല, പക്ഷേ അവർ വോളണ്ടറി ആയിട്ട് വന്ന് സംബന്ധിക്കും എന്നുള്ളതല്ലേ. അങ്ങനെ ആ പ്രാർത്ഥനയോഗത്തിൽ വന്ന് സംബന്ധിക്കുന്നതുകൊണ്ട് ഇവർക്ക് ഏത് രീതിയിലാണ് അവരുടെ രോഗവുമായിട്ടുള്ള ബന്ധം അതിൻ്റെ വിടുതലിന് സഹായകരമാകുന്നേ? മദ്യപാന ചികിത്സയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം സ്വന്തം കഴിവുകൊണ്ടല്ല, ദൈവത്തിൻ്റെ കൃപ കൊണ്ട് മാത്രമേ രക്ഷപ്പെടൂ എന്നുള്ളതാണ് അവിടെ പഠിപ്പിക്കുന്നത്. അതായത് ഒരാൾ എൻ്റെ മദ്യപാനം കൊണ്ട് ധാരാളം കുഴപ്പങ്ങളായിട്ടുണ്ട്, ഞാൻ തനിയെ അത് നിർത്താൻ എനിക്ക് സാധിക്കുന്നില്ല, ദൈവത്തിന് മാത്രമേ എന്നെ രക്ഷിക്കാൻ സാധിക്കൂ എന്ന് വിശ്വസിക്കുന്ന ആൾ മാത്രമേ രക്ഷപ്പെടൂ. അത് വളരെ നല്ലൊരു പോയിൻ്റാണ്. അതായത് ദൈവകൃപയിൽ ആശ്രയിച്ചുകൊണ്ട്, ദൈവത്തിൻ്റെ കൃപയാൽ ഇന്നേ ദിവസം ഞാൻ മദ്യം ഉപയോഗിച്ചിട്ടില്ല എന്നാണല്ലോ അവർ പറയുന്നത്. അപ്പോൾ ദൈവകൃപയിൽ ആശ്രയിക്കാൻ ഈ പ്രാർത്ഥന ഒരു പരിധിവരെ അവരെ സഹായിക്കുന്നുണ്ടെന്നാണ് തീർച്ചയായിട്ടും അല്ലേ? ഓക്കെ. അതുപോലെ ഒരു ഡോക്ടറുടെ സേവനം ഇവിടെ ഉണ്ടെന്ന് പറഞ്ഞു. ഈ ഡോക്ടർ എന്ന് പറയുന്നത് സൈക്കാട്രിസ്റ്റ് ആണോ അതോ സാധാരണ ഡോക്ടറാണോ? സാധാരണ MBBS ഡോക്ടർ എല്ലാ ദിവസവും രോഗികളെ പരിശോധിക്കും. എന്നാൽ ചില രോഗികൾക്ക് ഒരു സൈക്യാട്രിസ്റ്റിൻ്റെ ആവശ്യമുള്ളപ്പോൾ സൈക്യാട്രിസ്റ്റിൻ്റെ അരികിലേക്ക് രോഗികളെ കൊണ്ടുപോകാറുണ്ട്. ഈ മദ്യപാനികൾക്ക് സൈക്യാട്രിക് ഡോക്ടറുടെ ആവശ്യം എന്നാ? അതായത് ചില മദ്യപാനികൾ മദ്യപാനം കൊണ്ടുള്ള രോഗമല്ല, മദ്യപാനത്തിന് മുമ്പ് തന്നെ പ്രീ സൈക്കോട്ടിക്കായിട്ടുള്ള ആളുകൾ ഉണ്ടാകാം. ദീർഘനാളത്തെ മദ്യപാനം കൊണ്ടും മാനസികമായ ആളുകൾ ഉണ്ടാകും. അവർക്ക് തീർച്ചയായിട്ടും സൈക്യാട്രിസ്റ്റ് സേവനം ആവശ്യമാണ്. ഈ മദ്യം ഉപയോഗിക്കുന്ന ചില ആളുകൾക്ക് സംശയരോഗം ഉണ്ടാകും എന്ന് പറഞ്ഞ് കേട്ടിട്ടുണ്ട്. അങ്ങനെയുള്ള കേസിലൊക്കെയാണ് ഈ സൈക്യാട്രിക് ട്രീറ്റ്മെൻറ്റ് ആവശ്യമായി വരുന്നത്. അതെ, അങ്ങനെയുള്ള കേസുകളിലും മറ്റു ചില കേസുകളിലും ഉണ്ട്. അപ്പോൾ മരുന്നുകൊണ്ടുള്ള ഒരു ചികിത്സയും ഇതിൻ്റെ കൂടെ ആവശ്യമായിട്ട് വരും. എൻ്റെ പേര് ഷാജി കെ തരകൻ എന്നാണ്. എൻ്റെ സ്ഥലം കൊട്ടാരക്കരയാണ്. ഞാൻ 16 വർഷത്തിന് മുമ്പ് മദ്യപാനത്തിൻ്റെ ഒരു വലിയ പ്രയാസത്തിൽ കഴിഞ്ഞിരുന്ന ഒരാളാണ്. ആ സമയത്ത് ഇതിൽ നിന്ന് ഒരു വിടുതൽ പ്രതീക്ഷിച്ച് ഈ സ്ഥാപനത്തിൽ വന്നതാണ്. ഇവിടെ വന്നപ്പോൾ ജീവിതത്തിൽ നാനാതുറകളിലും വലിയ പ്രയാസമായിരുന്നു എനിക്ക് ഉണ്ടായിരുന്നത്. എൻ്റെ കുടുംബത്തിൻ്റെ സമ്പത്ത്, എൻ്റെ ആരോഗ്യം, എൻ്റെ കുടുംബജീവിതത്തിൻ്റെ സമാധാനം, ആത്മീയ ജീവിതത്തിലുള്ള പാപ്പരത്വം, അങ്ങനെ നാനാതുറകളിലും അനേക കൈപ്പേറിയ അനുഭവങ്ങളുണ്ടായിരുന്നു. എന്നാൽ ഈ സ്ഥാപനത്തിൽ വന്നു, ഇവിടെ വെച്ചാണ് ദൈവത്തിൻ്റെ ഇടപെടൽ എൻ്റെ ജീവിതത്തിൽ ഉണ്ടായത്. ദൈവം അതിൽ നിന്നൊക്കെ വളരെ അത്ഭുതകരമായ വിടുതൽ തന്നു. അതിനുശേഷം മദ്യപാനികളുടെ ഇടയിൽ ശുശ്രൂഷ ചെയ്യുവാനായിട്ട് സഹായകരമായ രീതിയിലുള്ള കൗൺസിലിങ് സറാംപൂർ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ആവശ്യമായിട്ടുള്ള കൗൺസിലിങ് ബിരുദമെടുത്തു. ഇപ്പോൾ കഴിഞ്ഞ 14.5 വർഷമായി ഈ സ്ഥാപനത്തിൻ്റെ റെസിഡൻറ്റ് കൗൺസിലറായിട്ട് ശുശ്രൂഷ ചെയ്യുന്നു. ഈ യോഗായ ഇവിടെ ഉണ്ടെന്നാണ് പറഞ്ഞത്, ക്രമമായിട്ട് ചെയ്യുന്നുണ്ടെന്നാണ് പറഞ്ഞല്ലേ? ഈ യോഗ ട്രീറ്റ്മെൻറ്റ് ഇവരെ എങ്ങനെ ഹെൽപ്പ് ചെയ്യുന്നേ? യോഗ ശരീരത്തിന് നല്ലതാണ്. യോഗയോടൊപ്പം തന്നെ ഒരു റിലാക്സേഷൻ തെറാപ്പിയാണ് ഞങ്ങൾ കൂടുതലും ചെയ്യുന്നത്. അപ്പോൾ അവരുടെ മൈൻഡ് റിലാക്സ് ആകുന്നതിന്, ദേഷ്യമൊക്കെ കുറയ്ക്കുന്നതിന്, മനസ്സിൻ്റെ സംഘർഷം കുറയ്ക്കാനായിട്ട് യോഗ തെറാപ്പി ഒരുപാട് സഹായിക്കും എന്നുള്ള പറഞ്ഞല്ലേ? ഇവരുടെ ഈ ഭക്ഷണ ക്രമീകരണത്തിൽ പ്രത്യേകിച്ച് ഈ ഭക്ഷണത്തെക്കുറിച്ച് എന്തെങ്കിലും ഇവർ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ടോ ഈ ചികിത്സയുടെ കാലയളവിൽ? ഇവിടെ ചികിത്സയിലിരിക്കുമ്പോൾ കൃത്യസമയത്താണ് ഭക്ഷണം. സാധാരണ ആളുകൾ കഴിക്കുന്ന ഭക്ഷണം തന്നെയാണ് കേരളത്തിൽ ആളുകൾ കഴിക്കുന്ന ഭക്ഷണമാണ് കൊടുക്കുന്നത്. എന്നാൽ മദ്യാസക്തർ പൊതുവെ അമിത മദ്യപാന രോഗികൾ ഭക്ഷണമേ കഴിക്കാറില്ല. അപ്പോൾ അത് അവരുടെ ശരീരത്തിന് വളരെ കുഴപ്പമുണ്ടാകുന്നു. അപ്പോൾ കൃത്യസമയത്ത് ആദ്യ ദിവസങ്ങളിൽ ചികിത്സയിൽ വരുന്നവർക്ക് ഭക്ഷണം കഴിക്കത്തില്ല. എന്നാൽ പിന്നീട് മുൻപോട്ട് പോകുമ്പോൾ അവർക്ക് നല്ല വിശപ്പുണ്ടാകും. മദ്യാസക്തർക്ക് അവരുടെ ടേസ്റ്റ് ബഡ്സ്, രുചി മുകുളങ്ങൾ നാവിലെ നഷ്ടപ്പെടുന്നത് കൊണ്ടാണ് ഭക്ഷണത്തോട് താല്പര്യമില്ലാത്തത്. എന്നാൽ കുറേ ദിവസം കഴിയുമ്പോൾ അത് വീണ്ടെടുത്ത് കഴിയുമ്പോൾ നല്ല രീതിയിൽ ഭക്ഷണം കഴിക്കും. എന്നുവെച്ചാൽ ഈ ചികിത്സയ്ക്ക് വരുന്നവർക്ക് ചിലരുടെ ഉള്ളിൽ ഭയമുണ്ട്. പ്രത്യേകിച്ച് ഏതോ മരുന്നൊക്കെ കൊടുത്ത് ഇവരെ ഇതിൽ നിന്ന് വിഡ്രോ ചെയ്യിപ്പിക്കും. അത് അനന്തര ദൂഷ്യഫലങ്ങൾ ചെയ്യും. മരുന്ന് ഉപയോഗിച്ച് കഴിഞ്ഞാൽ പിന്നീട് ഏതെങ്കിലും കാരണവശാൽ മദ്യം ഉപയോഗിച്ചാൽ ആൾ ചത്തുപോകും. ഇങ്ങനെയുള്ള
ഇങ്ങനെ മാനസികാസ്വാസ്ഥ്യം ഉണ്ടാകും, ഭ്രാന്തുണ്ടാകും, ഇങ്ങനെയൊക്കെയുള്ള ഒരുപാട് ധാരണകളോ തെറ്റിദ്ധാരണകളോ ഒക്കെ മനുഷ്യരുടെ ഇടയിലുണ്ട്. തീർച്ചയായിട്ടും. അതുകൊണ്ട് ആ മരുന്ന് ചികിത്സയെക്കുറിച്ച് കുറച്ചുകൂടി വ്യക്തമായിട്ട് അച്ഛനൊന്ന് പറയാമോ? ഇത് ഏതെങ്കിലും ദൂഷ്യഫലങ്ങൾ ഉണ്ടാക്കുമോ? മരുന്ന് ഉപയോഗിച്ചുള്ള ആ ഭാഗത്തെ ചികിത്സ കൊണ്ട് കുറച്ച് ധാരാളം മിഥ്യാധാരണ ആളുകളുടെ ഇടയിലുണ്ട്. ചില ചികിത്സാ കേന്ദ്രങ്ങളിൽ അവേർഷൻ തെറാപ്പി ഉണ്ട്. അതായത് മദ്യത്തോട് വിരക്തി ഉണ്ടാക്കുന്ന ചില സാഹചര്യങ്ങൾ അത് ആവശ്യമാണ്. ഇവിടെ അത് ചെയ്യുന്നില്ല. അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോൾ ചില അസ്വസ്ഥതകളൊക്കെ ചിലർക്കുണ്ടാകും. അതും നല്ലതാണ്. എന്നാൽ ഇവിടെ അത് ചെയ്യുന്നില്ല. മരുന്നിൻ്റെ ചികിത്സ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ പെട്ടെന്ന് മദ്യപാനം നിർത്തുമ്പോൾ തലവേദന, ദേഷ്യം, ഉറക്കക്കുറവ്, വിറയൽ, ഡെലീരിയൻ ട്രമൻസ്, അതായത് ഉന്മാദ ആ അവസ്ഥ ഉണ്ടാകാം, ആളുകളെ തിരിച്ചറിയാത്ത അവസ്ഥയുണ്ടാകാം. അങ്ങനെയുള്ളപ്പോൾ തീർച്ചയായിട്ടും മരുന്ന് ഉപയോഗിക്കേണ്ട ആവശ്യമാണ്. മരുന്ന് ഉപയോഗിക്കുന്നത് കൊണ്ട് യാതൊരു ദൂഷ്യഫലവും ഇല്ല. മറ്റ് നമ്മുടെ സാധാരണ ആളുകൾക്ക് ഹൃദയാഘാതമുള്ളവർ, ബ്ലഡ് പ്രഷറുള്ള ആളുകൾ, ഡയബറ്റീസുകാരൊക്കെ മരുന്ന് നമ്മുടെ സമൂഹം ധാരാളം ആളുകൾ കഴിക്കുന്നുണ്ട്. ആ മരുന്നുകൾ കഴിക്കുമ്പോൾ അവർക്കുണ്ടാകുന്ന ദൂഷ്യഫലങ്ങൾ മാത്രമേ ഉള്ളൂ ഈ മരുന്നുകൾ കഴിക്കുമ്പോൾ. ഇത് കഴിഞ്ഞ് മദ്യം അഥവാ ഉപയോഗിക്കേണ്ടി വന്നാൽ ഭ്രാന്ത് വരും, ചത്തുപോകും എന്നൊക്കെ പറയുന്നതിന് അത് വലിയ അർത്ഥമൊന്നുമില്ലെന്നാണ് പറഞ്ഞത്. ഇല്ല, കാരണം ഇത് കഴിഞ്ഞ് മദ്യപാന ചികിത്സ കഴിഞ്ഞ ആളുകൾ വീണ്ടും മദ്യം ഉപയോഗിച്ച ആളുകളും ചികിത്സയ്ക്ക് വരുന്നുണ്ട്. ഭ്രാന്തെന്ന് പറയാൻ കാരണം നേരത്തെ അവർ ഒരു ഭ്രാന്തനെ പോലെയാണ് പെരുമാറിയത്. ഒരു 2 വർഷക്കാലം മദ്യപാനത്തിൽ നിന്ന് വിട്ടു നിൽക്കുമ്പോൾ വളരെ സുമുഖനായിട്ട് മാന്യനായ വ്യക്തി, പക്ഷേ ഒരു ദിവസം കുടിച്ചു കഴിയുമ്പോൾ പെട്ടെന്ന് ആദ്യത്തെ ഭ്രാന്ത് തന്നെ വീണ്ടും കാണിക്കും. അതുകൊണ്ടാണ് ആളുകൾ മദ്യപിച്ചിട്ടു ചികിത്സിച്ചു ഭ്രാന്ത് വന്നെന്ന് പറയുന്നതിന് കാരണം. അപ്പോൾ അച്ഛൻ പറഞ്ഞതിൽ നിന്ന് ഞാൻ മനസ്സിലാക്കുന്നത് മോചനായിൽ മദ്യപാനികൾക്ക് വേണ്ടിയുള്ള ചികിത്സ എന്ന് പറയുമ്പോൾ അതൊരു സമഗ്ര ചികിത്സാ പദ്ധതിയാണ്, ഒരു ഹോളിസ്റ്റിക് അപ്രോച്ചാണ്. മരുന്നോ അല്ലെന്ന് വരികിൽ എക്സസൈസോ അല്ലെങ്കിൽ ഭക്ഷണ ക്രമീകരണം, ഇത് മാത്രമല്ല, ഇതെല്ലാം കൂടെ ചേർന്നുള്ള ഒരു സമഗ്രമായ ഒരു സമീപനമാണ് ഇവിടുത്തെ ചികിത്സാ രീതി എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെയും അത് ആളുകൾക്ക് കൂടുതൽ സ്വീകാര്യമായിരിക്കുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അതെ, ആളുകൾക്കത് വളരെ സ്വീകാര്യമായിരിക്കുന്നതാണ്. മുമ്പേ പറഞ്ഞ പോലെ അവേർഷൻ തെറാപ്പി ഒരു തെറ്റല്ല. ചില എക്സ്ട്രീം കേസുകളിലത് മറ്റ് ഹോസ്പിറ്റലുകളത് ചെയ്യാറുണ്ട്. എന്നാൽ ഇവിടെ കുറച്ച് മരുന്നും കൗൺസിലിങ്ങും കുടുംബവുമായിട്ടുള്ള ബന്ധങ്ങൾ, വ്യക്തിത്വ വികസനം, ആത്മീയമായുള്ള ജീവിതം, ആൽക്കഹോൾ അനോണിമസ് ബന്ധപ്പെട്ട് സമൂഹമായിട്ടുള്ള ബന്ധം, ഇതിനാണ് പ്രാധാന്യം കൊടുക്കുന്നത്. എൻ്റെ പേര് ആനി എന്നാണ്. ഞാൻ 12 വർഷമായിട്ട് മോചന ഡി അഡിക്ഷൻ സെൻറ്ററിലെ കൗൺസിലറായിട്ട് വർക്ക് ചെയ്യുന്നു. ഇവിടെ വരുന്ന പേഷ്യൻസിന് കൗൺസിലിംഗ് വളരെയധികം പ്രയോജനമാണ്. അതിന് വളരെ വലിയൊരു പ്രാധാന്യം തന്നെ ഉണ്ട്. ഞങ്ങൾ പേഷ്യൻസിന് മാത്രമല്ല കൗൺസിലിംഗ് കൊടുക്കുന്നത്, അവരുടെ സ്പൗസസും വൈഫും കൂടെ കാണും. കുടുംബമായിട്ടാണ് കൗൺസിലിംഗ് ഞങ്ങളിവിടെ ചെയ്യാറുള്ളത്. പ്രത്യേകിച്ച് അവരുടെ മാരീഡ് ലൈഫ്, പ്രത്യേകിച്ച് അവരുടെ കുടുംബജീവിതത്തിൽ വളരെയധികം താളപ്പിഴകൾ ഉണ്ടാകുന്നുണ്ട് മദ്യപാനം മൂലം. അത് കൗൺസിലിങ്ങിൽ കൂടെ ഒത്തിരി അവർക്കത് മാറ്റുവാനും പ്രയോജനം ചെയ്യുവാനും സാധിക്കുന്നുണ്ട്. ചികിത്സ കഴിഞ്ഞ് പോകുന്നവർ വീണ്ടും ഈ സെൻറ്ററുമായിട്ട് ബന്ധപ്പെടാനുള്ള എന്തെങ്കിലും ക്രമീകരണങ്ങളുണ്ടോ? ഉണ്ട്. എല്ലാ 3-ാം ബുധനാഴ്ചയും പകൽ സമയത്ത് ആൽക്കഹോളിക് അനോണിമസ് മീറ്റിംഗ് ഇവിടെ ഉണ്ട്. മദ്യവിമുക്ത കൂട്ടായ്മയുണ്ട്. മാത്രമല്ല എല്ലാ വ്യാഴാഴ്ച വൈകിട്ടും ഈ മീറ്റിംഗ് ഉണ്ട്. അവർക്കൊന്ന് സംബന്ധിക്കുക. കൂടാതെ തന്നെ കൗൺസിലേഴ്സ് അവർക്ക് ഫോളോ അപ്പ് കൗൺസിലിംഗ് നടത്തുന്നുണ്ട്. അവസാനം ചികിത്സിച്ച് പോയ 200 പേർക്ക് കത്തയക്കാറുമുണ്ട്. ആ രീതിയിലൊരു ഫോളോ അപ്പ് നടത്തുന്നുണ്ട്. അപ്പം നിരന്തരമായിട്ട് ഇവരെ നമ്മൾ വീണ്ടും ഇങ്ങനെ ഫോളോ അപ്പ് ചെയ്തുകൊണ്ടാണ് ഇരിക്കുന്നത്. മാത്രമല്ല ഇവിടെ ചികിത്സയ്ക്കായി കടന്നു വരുന്നവരെ എല്ലാം കൊണ്ടുവരുന്നത് മിക്കവാറും എല്ലാവരും പോയ ആളുകളാണ് കൊണ്ടുവരുന്നത്. ഇവിടുന്ന് സൗഖ്യം പ്രാപിച്ച് പോയിട്ടുള്ളവരാണ് വീണ്ടും മറ്റൊരാളെ സൗഖ്യത്തിന് വേണ്ടി കൊണ്ടുവരുന്നത്. അതൊരു നല്ലൊരു മാതൃകയാണല്ലോ. അതെ, മോചനയ്ക്ക് പ്രത്യേക പബ്ലിസിറ്റി ഇല്ല. മോചനയുടെ പബ്ലിസിറ്റി ഇവിടെ ചികിത്സ കഴിഞ്ഞു പോയ ആളുകളാണ്. ഡി അഡിക്ഷൻ കഴിഞ്ഞിട്ടുള്ളവർക്ക് ആൽക്കഹോളിക് അനോണിമസ് ഗ്രൂപ്പിൽ ഫോളോ വർക്ക് ഉണ്ടെന്ന് പറഞ്ഞു. ഇതിൻ്റെ ഒരു വർക്ക് ഇവിടെ ഈ മോചനായിൽ മാത്രമേ ഉള്ളൂ, അതോ ഇതിൻ്റെ കീഴിൽ മറ്റേതെങ്കിലും സ്ഥലങ്ങളിൽ സെൻറ്ററുകളിൽ ഇതിൻ്റെ ഡി അഡിക്ഷൻ കഴിഞ്ഞവർക്കുള്ള എ ഗ്രൂപ്പ് മീറ്റ് ചെയ്യുന്നുണ്ടോ? കേരളത്തിൽ മിക്കവാറും എല്ലാ പട്ടണങ്ങളിലും ഉണ്ട്. ഇപ്പോൾ എറണാകുളത്ത് മാർത്തോമ ഗൈഡൻസ് സെൻറ്ററിൽ ഇതിൻ്റെ ഒരു വിങ് പ്രവർത്തിക്കുന്നുണ്ട്. അവിടെ ഇങ്ങനെ മദ്യപാനം കഴിഞ്ഞവർക്ക് ഒരുമിച്ച് വന്ന് കൂട്ടായ്മ ആചരിപ്പാനും അതിൻ്റെ ഫോളോ വർക്ക് നടത്താനുള്ള സൗകര്യം എന്ന് പറഞ്ഞതുപോലെ ഇവിടെ ഏതൊക്കെ സ്ഥലങ്ങളിൽ അങ്ങനെയുള്ള സൗകര്യങ്ങളുണ്ട്?
കോട്ടയത്ത് 10 സ്ഥലങ്ങളിലെങ്കിലും ഉണ്ട്. അത് മോചനമല്ല, ഓരോ എ ഗ്രൂപ്പും സ്വതന്ത്രമാണ്, ഒന്നിൻ്റെ കീഴിലല്ല വേറൊന്ന്, എന്നാൽ തമ്മിൽ ബന്ധപ്പെട്ടിരിക്കുന്നു. എന്നാൽ പല ആളുകൾക്ക് അറിയാത്തത് അതിൻ്റെ നിയമാവലിയിൽ അതിൻ്റെ രഹസ്യ സ്വഭാവം നിലനിർത്തണം എന്നുള്ളത് കൊണ്ട് കേരളത്തിൽ പലരും പല സ്ഥലത്തും ഉള്ളത് അറിയുന്നില്ല. പേരിൽ തന്നെ ഉണ്ടല്ലോ, ആൽക്കഹോളിക് അനോണിമസ്. സോ തങ്ങളുടെ ഐഡൻറ്റിറ്റി വെളിപ്പെടുത്തുവാനായിട്ട് ആഗ്രഹിക്കാത്തത് കൊണ്ടാണ് പലരും ഇതിനെക്കുറിച്ചുള്ള പബ്ലിസിറ്റി കൊടുക്കാത്തത്. എന്നാൽ ചില ആളുകൾ പരസ്യമായിട്ട് പബ്ലിക് മീറ്റിങ്ങുകളിൽ സാക്ഷ്യം നിർവഹിക്കാനായിട്ട് താല്പര്യപ്പെടുന്നവരും ഉണ്ട്. ഇത് കൂടാതെ പ്രവർത്തനങ്ങൾ സ്കൂളുകളിൽ ബോധവൽക്കരണം, മദ്യപാനം മാത്രമല്ല ലഹരിയുടെ ഉപഭോഗത്തെക്കുറിച്ച് ഉള്ള ബോധവൽക്കരണം നടത്തുന്നുണ്ട്. ഗവൺമെൻറ് തലത്തിൽ ഇതിനെന്തെങ്കിലും പ്രത്യേകിച്ച് സഹകരണങ്ങൾ വല്ലതും നമുക്ക് കിട്ടുന്നുണ്ടോ? ഗവൺമെൻറ് നമ്മളോട് നല്ല സഹകരണമാണ്. പോലീസ് ഡിപ്പാർട്ട്മെൻറ്റ്, എക്സൈസൊക്കെ ഇതിനെ പ്രോത്സാഹിപ്പിക്കാറുണ്ട്. ഇപ്പോൾ ഇതിൻ്റെ സാമ്പത്തിക സോഴ്സ് എങ്ങനെയാണ് കണ്ടെത്തുന്നത്? ഒന്ന് പ്രധാനമായിട്ടും ആളുകളുടെ ചികിത്സാ ഫീസ്, പിന്നെ മറ്റു ആളുകളിൽ നിന്നുള്ള സംഭാവനകൾ. സഭയായിട്ട് ഇതിനെന്തെങ്കിലും സഭയായിട്ട് ഗ്രാൻറ്റുണ്ട്, ഭദ്രാസനത്തിന് ഗ്രാൻറ്റുണ്ട്. അപ്പോൾ മാർത്തോമാ സഭയുടെ കീഴിൽ കോട്ടയം കൊച്ചി ഭദ്രാസനത്തിൻ്റെ ചുമതലയിൽ കോട്ടയത്തുള്ള മോചന എന്ന് പറയുന്ന ഡി അഡിക്ഷൻ സെൻറ്റർ വളരെ ഭംഗിയായ രീതിയിൽ സമൂഹത്തിൽ ഇപ്പോൾ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നു. മദ്യം, മയക്കുമരുന്ന് എന്ന വിപത്തുകളെ അതിജീവിപ്പാൻ തക്കവണ്ണം ഈ മോചനായുടെ പ്രവർത്തനം വളരെയധികം സഹായിക്കുന്നുണ്ട് എന്നറിയുന്നതിൽ സന്തോഷമുണ്ട്. അതിൻ്റെ ചുമതല വഹിക്കുന്ന ബഹുമാനപ്പെട്ട അച്ഛനെ ഞാൻ പ്രത്യേകിച്ച് ഈ കാര്യത്തിൽ അഭിനന്ദിക്കുന്നു. തുടർന്നുള്ള ഭാവി പ്രവർത്തനങ്ങളിലും ആവശ്യമായ ദൈവാനുഗ്രഹം ലഭിക്കട്ടെ എന്നുള്ള പ്രാർത്ഥനയോടും ആശംസയോടും കൂടെ ഞാൻ ചുരുക്കുന്നു.